ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. വാരണാസിയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് പ്രധാനമന്ത്രി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തത്. തുടർന്ന് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനയോട്ടം ആരംഭിച്ചു. ഉദ്ഘാടനയോട്ടത്തിൽ ജനപ്രതിനിധികൾ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, കുട്ടികൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സുവനീർ ടിക്കറ്റ് ഉള്ളവർ മാത്രമാണ് യാത്ര ചെയ്യുന്നത്. നവംബർ 11-ന് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ സാധാരണ സർവീസ് ആരംഭിക്കും. അതിനായുള്ള ബുക്കിംഗ് ശനിയാഴ്ച ഉച്ചയ്ക്കോ ഞായറാഴ്ച രാവിലെയോ തുടങ്ങും. എറണാകുളം ബംഗളൂരു AC ചെയർ കാറിന് 1095 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന് 2280 രൂപ വരെയുമായിരിക്കും ടിക്കറ്റ് നിരക്ക്. കേരളത്തിൽ തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിലെ സ്റ്റോപ്പുകൾ കൂടാതെ KR പുരം, സേലം, ഈരോഡ്, തിരുപ്പൂർ, കോയമ്പത്തൂർ ഉൾപ്പെടെ 6 സ്റ്റോപ്പുകൾ മാത്രമാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന് ഉണ്ടാവുക. അതിനാൽ എറണാകുളത്ത് നിന്നും ബംഗളൂരു വരെയുള്ള 6.30 കിലോമീറ്റർ ദൂരം 6.30 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ടാണ് എത്തുന്നത്. ഈ പാതയിലൂടെയുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ട്രെയിൻ സർവീസാകും എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത്. 8 കോച്ചുകളുള്ള ട്രെയിനിൽ 600 യാത്രക്കാർക്ക് ഒരേ സമയം യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ ആഘോഷ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര മന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി P രാജീവ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.